എനിക്കെന്നും ദുഃഖം മാത്രമാണ്. ഈശ്വരൻ എന്നെ കാണുന്നില്ല, എന്തിനീ ജീവിതം, മടുത്തു, ഇനി വരുന്നത് അങ്ങോട്ട് വരട്ടെ എന്നു ചിന്തിക്കുന്ന 11 നാളുകാർ. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ്. പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി. അല്ലാതെ നിങ്ങൾ എഴുതിവിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ നിന്ന് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ്, എൻ്റെ നാളിന്നതാണ്, തീർച്ചയായിട്ടും ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരാൾ ചിന്തിക്കാതെ ഇരിക്കുന്നൊരു കാര്യം. അതായത് 2024 ജൂലൈ മാസത്തിൽ തലവര മാറാൻ പോകുന്ന 11 നാളുകൾ. തലവര എന്ന് പറയുന്നത് ജനനകാലം മുതൽ ഈശ്വര ചൈതന്യം നമ്മളുടെ ശിരസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു രേഖയാണിത്. അത് നമുക്ക് കാണാനൊന്നും കഴിയത്തില്ല. വിധിപരമായി നമുക്ക് വന്നു ചേരാൻ കഴിയുന്നതെല്ലാം അതിൽ കുറിക്കും എന്നാണ് ഈശ്വരവാക്യം. കാലം മാറും, കാര്യശേഷി വന്നു ചേരും, അലസതയിൽ നിന്ന് ആർജവത്തിലേക്കും ഉറക്കം മാറി ഉണർവിലേക്കും അത്യാദായം ആനന്ദം, ഇതൊക്കെയാണ് ഈ 11 നാളുകളിലേക്ക് വരാൻ പോകുന്നത്. എനിക്കെന്നും ദുഃഖം മാത്രമാണ്. ഈശ്വരൻ എന്നെ കാണുന്നില്ല, എന്തിനീ ജീവിതം, മടുത്തു, ഇനി വരുന്നത് അങ്ങോട്ട് വരട്ടെ എന്നു ചിന്തിക്കുന്ന 11 നാളുകാർ. അവരതീവ ഭാഗ്യത്തിലേക്ക്, ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വലിയ സന്തോഷമായി, ഇനി എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ചിന്തിക്കാൻ കഴിയുന്നവരായി മാറുന്നു ഈ 11 നാളുകാർ. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭീകരതയിൽ ജീവിച്ചിരുന്ന ഈ 11 നാളുകാർക്ക് ഇനി ആഹ്ലാദത്തിൻ്റെ നാളുകളാണ്. 2024 ജൂലൈ 1 മുതൽ അത് ആരംഭിക്കുകയാണ്. കടക്കണിയിൽപ്പെട്ട് മറ്റുള്ളവർ പോലും തഴയപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്ന ഈ 11 നാളുകാർ, അവർക്കിനി എല്ലാം ഉണ്ടാകാൻ പോവുകയാണ്. രാജകീയമായ ആനന്ദപ്രദമായൊരു ജീവിതമാണ് ഈ 11 നാളുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. 11 നാളുകാരെ മാറ്റി നിർത്തിയിരുന്നവർ ഇനി ബന്ധം പറഞ്ഞും സുഹൃത്ത് കാര്യങ്ങൾ പറഞ്ഞും അടുക്കാൻ ശ്രമിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിൽ അകന്ന പ്രണയം, അതുപോലെ തന്നെ വൈവാഹിക ജീവിതം എല്ലാം തിരികെ എത്താൻ പോവുകയാണ്. ഇതൊരു വെറും വാക്കായി ഉപേക്ഷിക്കരുത്. ജൂലൈ മാസത്തിൽ ഈ 11 നാളുകാർക്ക് സംഭവിക്കുന്ന നന്മകളെക്കുറിച്ച് വളരെയധികം നന്നായിട്ട് ഓരോ നാളിനെയും എടുത്ത് പരിശോധിച്ച് കണ്ടെത്തിയതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പുതിയ വീട്, പുതിയ വാഹനം എന്നിവ വന്നു ചേരാനുള്ള സമ്പത്ത്, ലക്ഷ്മി ദേവിയും കുബേര ഭഗവാനും ചേർന്ന് അനുഗ്രഹിക്കുന്ന ഈ 11 നാളുകൾ, ഈ 11 നാളുകാരുടെ സന്താനങ്ങൾക്ക്, ഈ 11 നാളുകാരുടെ സന്താനങ്ങൾക്ക് ജീവിത സൗഭാഗ്യം നൽകും ഈശ്വരൻ. ധനലാഭം, ഗൃഹം നന്നാക്കൽ, ബന്ധുക്കളുമായുള്ള വിരോധങ്ങൾക്ക് വിരാമം, ഭൂമി സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം, വിദേശ ബന്ധങ്ങൾ ഈ 11 നാളുകാരെ അന്വേഷിച്ചെത്തുക തന്നെ ചെയ്യും. സർക്കാർ ജോലി, നല്ല സാലറിയോടെയുള്ള പ്രൈവറ്റ് ജോലികൾ, ഗവൺമെൻറ് കോൺട്രാക്ട് നിയമനങ്ങൾ, എംപ്ലോയ്മെൻറ്റ് വഴിയുള്ള ജോലി തുടങ്ങിയവയൊക്കെ ഈ 11 നാളുകാർക്ക് സാധ്യതയുണ്ട്.
തീർച്ചയായും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സർവ്വ ദുഃഖങ്ങളും ഈ 11 നാളുകാരിൽ നിന്ന് അകന്നു പോവുകയാണ്. ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കരുത്. അതുപോലെ ഗുരുജനങ്ങളെയും മാതാപിതാക്കളെയും ഈശ്വര തുല്യരായി തന്നെ ഈ 11 നാളുകാർ കാണണം. മദ്യപാനം അതുപോലെ തന്നെ മറ്റ് അനാവശ്യ പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാതെ ഇരിക്കുക. അത് ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ ജീവിതത്തിന് ദുരിത ഭാഗങ്ങൾ വീണ്ടും വന്നു ചേർന്നു വന്നേക്കാം. ഈ ഭാഗ്യം ലഭിക്കുന്ന 11 നാളുകളെന്ന് പറയുന്നത് 1 അശ്വതിയാണ്, 2 ഭരണി, 3 രോഹിണി, 4 തിരുവാതിര, 5 പൂയം, 6 ആയില്യം, 7 ഉത്രം, 8 വിശാഖം, 9 തൃക്കേട്ട, 10 തിരുവോണം, 11 ചതയം. ഈ നാളുകൾക്കാണ് ഈശ്വര ചിന്തയാൽ സൗഭാഗ്യ സംവർദ്ധനവ് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഇത് നടക്കട്ടെ. ഇത് നടന്ന് എല്ലാവരും സൗഭാഗ്യവാന്മാരും ആനന്ദ മാനസമുള്ളവരുമായി മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.